നമസ്കാരം. ഞാൻ കൃഷ്ണദാസ് ഗുരുക്കൾ, തൃശ്ശൂർ ജില്ലാ കണ്ടപ്പറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് കൗൺസിൽ നോമിനി, സ്റ്റേറ്റ് കണ്ടപ്പറ്റ് അസോസിയേഷന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു. ഇന്നിവിടെ നടക്കുന്നത് 42ാമത് ജില്ലാ കണ്ടപ്പറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നും നാളെയുമായിട്ട് ഗുരുവായൂർ പൂക്കോട് കമ്മ്യൂണിറ്റി സ്പോർട്സ് സെന്ററിൽ വെച്ചിട്ട് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് ആരംഭിച്ചിട്ടുള്ളത്. 35ഓളം കളറികളിൽ നിന്ന് ഏകദേശം 370ഓളം വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ മാറ്റുരയ്ക്കുന്നത്, ഇന്നും നാളെയുമായിട്ട്. ഇന്ന് പ്രധാനമായിട്ട് മെയ്യഭ്യാസം, ചുവട്, കോൽത്താരി, അങ്കത്താരിയില് കുറുവടി, വാൾപ്പയറ്റ്, വാളും പരിച, ഉറുമി പരിച എന്നിനങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ചവിട്ടിപ്പൊങ്ങലടക്കം ചെയ്യുന്നുണ്ടെന്ന്. കഴിഞ്ഞ വർഷം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഒരു 5 വർഷത്തോളമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ കടന്നു വന്നിരിക്കുന്നത് പെൺകുട്ടികളാണ്. കാരണം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടും ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇപ്പോൾ ഈ മേഖലയിൽ കടന്നു വന്നിരിക്കുന്നത്. കളരിപ്പയറ്റ് അസോസിയേഷൻ 1958 മുതലാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ളത്. 14 ജില്ലയിലും ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ, അതായത് അഡ്വക്കേറ്റ് പൂന്തറ സോമൻ സാറിന്റെ കീഴിൽ 23 സ്റ്റേറ്റിലാണ് ഇന്നിപ്പോ അസോസിയേഷനും മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് സ്റ്റേറ്റിലേക്കുള്ള സെലക്ഷൻ കൂടിയാണ്. ജില്ലാ മത്സരം കഴിഞ്ഞാൽ ആഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ സംസ്ഥാന മത്സരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. അതില് തൃശ്ശൂർ ജില്ലയുടെ പങ്ക് വളരെ ഏറെ ഉണ്ട്. കഴിഞ്ഞ സ്കൂൾ ഗെയിംസിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മെയ്പ്പയറ്റിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കുകയുണ്ടായി. അതേപോലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ജില്ലാ മത്സരം, സംസ്ഥാന മത്സരം, ദേശീയ മത്സരം, നാഷണൽ മത്സരം, ഖേലോ ഇന്ത്യ മത്സരം, സ്കൂൾ ഗെയിംസ്, യൂണിവേഴ്സിറ്റി മത്സരം, ഈ മത്സരങ്ങളിലെല്ലാം അനവധി കുട്ടികളെ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ നാളെ സീനിയറിന്റെ മത്സരമാണ്. പ്രധാനമായി മെയ്പ്പയറ്റ്, മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി എന്നീ ഇനങ്ങളും ഇവിടെ നാളെ മാറ്റുരയ്ക്കുന്നുണ്ട്. ചവിട്ടിപ്പൊങ്കലും അതുകൂടാതെ ഓപ്പൺ ഫൈറ്റ് വരെ നാളെ ഇവിടെ സീനിയേഴ്സിന് മാത്രമായിട്ട് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയേറെ പ്രചോദനം നൽകുന്നു എന്ന് വെച്ചാൽ അവർക്ക് SSLCക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, +1, +2 ഗ്രേസ് മാർക്ക്, അതുകൂടാതെ ഡിഗ്രിക്കും +1, +2 എന്നിവയ്ക്കും, പിന്നെ ഉപരിപഠനത്തിന് ഇവർക്ക് സ്പോർട്സ് കോട്ട നിയമനത്തിൽ, അതായത് സ്പോർട്സിന്റെ സീറ്റ് ലഭിക്കുന്നതിന്, ഉപരിപഠനത്തിന് സീറ്റ് ലഭിക്കുന്നതിനും കളരിപ്പയറ്റ് വളരെയേറെ പ്രയോജനമാണ്.